Hey guys, welcome back to B-Dogs. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് മന്തി ഈറ്റിംഗ് ചലഞ്ച്. നമ്മുടെ മന്തി ചലഞ്ച് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മുടെ ക്രൂജി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൗൾ നിറച്ച് മന്തി റൈസ് മാത്രമേ കിട്ടത്തുള്ളൂ, ചിക്കൻ കിട്ടത്തില്ല. നമ്മുടെ ലാസ്റ്റ് റൗണ്ടുകളിലേക്ക് മാത്രമാണ് നമുക്ക് ചിക്കൻ കിട്ടത്തുള്ളൂ. ഈ വെള്ളം എങ്ങനെ കിട്ടുന്നത്? അതുപോലെ ലാസ്റ്റ് റൗണ്ടിലേക്ക്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, വി ആർ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എല്ലാം എനേബിൾ ചെയ്തിടുക. ആൻഡ് അപ്പോൾ ചലഞ്ചിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രൂജി പ്ലീസ്. സോ ഗൈസ്, ഈ കമന്റിന്റെ അടിയിൽ നമുക്ക് അറിയാം എഡ്മിസിവ് എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന്. അവനെ നിങ്ങളെല്ലാം വെറുപ്പിച്ച് പറഞ്ഞയച്ചില്ലേ? അങ്ങനെ വിഷമായി പോയി. അവനെ ഭയങ്കര വിഷമായി. ഓവർ ആക്ടിങ് ആണ്, മിണ്ടാണ്ടിരിക്കുക, ചള്ളി ചെക്ക. അത് മാത്രമല്ല, ഇവനില്ലെങ്കിൽ വീഡിയോ കാണാൻ നല്ല രസമാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അച്ഛനെ കൊണ്ട് വീട്ടിൽ പോയി. സോ ന്യൂ മെമ്പറിനെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു, അപ്പൊ ഗുരുജി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഒരു ട്രക്ക് ഡ്രൈവർ വൺ വേ സൈഡ് കൂടെ പോണായിരുന്നു, പക്ഷെ ആരും അവനെ എതിർത്ത് നിൽക്കാൻ പറ്റിയില്ല. കാരണം വൺ വേ കൂടിയല്ലേ പോണേ, കറക്റ്റല്ലേ? ഞാൻ തരാം. തവിയല്ല, സ്പൂൺ. ഇത് സ്പൂണാ? ഞാൻ സ്പൂണെന്ന് പറയണേ. ഇട്ട് കൊടുക്കോട്ടെ. ഇത്രയൊക്കെ കിട്ടിയോ? ഒരു ഇത് പോയിട്ടാ, അത്രയും വേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കൊടുക്കുക. അതിന്റെ പാതി കൊടുത്താൽ മതി. അല്ല, ഫസ്റ്റ് റൗണ്ട് നമുക്ക് ഫുള്ള് കൊടുക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ എ മാൻ ഗോ 10 days without sleeping? സ്ലീപ്പ് ചെയ്യാണ്ടിരുന്നാ മതി. എന്തോത്തരാണ്? How can a man go without sleep? 10 days without sleeping. പോയിക്കൂടെ? 10 ദിവസമായില്ലേ? How can a man go? എങ്ങനെയാണ് ഒരു മനുഷ്യൻ 10 ദിവസം? എങ്ങനെ? ബ്രോയുടെ ബുദ്ധി ഞാൻ കണ്ടായിരുന്നു. ഉറങ്ങാണ്ടിരിക്കണെങ്കിൽ ഉറങ്ങാണ്ടിരിക്കുക. ബ്രോ എന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടണേ? അയ്യോ, അല്ല, ഞാൻ വക്രല്ലേ, ഞാൻ ബ്രോ ആയത്. 2 ആഴ്ച ബ്രോ എല്ലാവർക്കും തന്നെയാണ്, എല്ലാവരും ചെക്കണ്ട പോലെ. ഞാൻ ഇൻസ്പിറേഷൻ അന്നാരും കണ്ടു പഠിക്കണേ. ഞാൻ ചീത്തയാ ഇതിങ്ങനെ പറയണേ. How can a man go 10 days? How can a mango? How can a mango? Man go. How can a mango? Mango എങ്ങനെ ഉറങ്ങുന്നേ? ആ മാംഗോ അല്ല. ഇയാൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, മലയാളത്തിൽ പറഞ്ഞോളൂ. അതന്നെ, മാങ്ങ അതിന് ഉറങ്ങൂലല്ലേ? അതുമല്ലേ മാങ്ങ. ഇത്രയും ആലോചിച്ച് ബുദ്ധിപരമായ കണ്ടതാട്ടാ മാംഗോ. ഇംഗ്ലീഷില് ഡേ എന്ന് പറഞ്ഞാൽ ഡേ ടൈം എന്നൊക്കെ പറയില്ലേ? ഡേ ടൈം. ആരാ ഉറങ്ങണേ? അതെ, ഇനി അങ്ങനെ പറയണ്ട. അങ്ങ് അതാ ഉദ്ദേശിച്ചത്. അങ്ങ് ഓഡിയൻസിനെ അങ്ങ് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുവാണ് അയാള്. അതെ, അവര് മണ്ടന്മാരല്ലോ. ഞാൻ ഇയാളെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രേക്ക്ഫാസ്റ്റിൽ ഒരിക്കലും കഴിക്കാൻ പറ്റാത്തത്. ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ പറ്റാത്തത് എന്താണ്? ലഞ്ചും ഡിന്നറും. എന്താ പറയാ? എന്തോ ഊള ഉത്തരം പറയാൻ വന്നതാ. എന്തോ ദോശന്നല്ല പറയുന്നത്. ചപ്പാത്തി. അതോ എനിക്ക് എന്റെ തക്കടുമുണ്ടനെ വേണ്ട. തക്കടുമുണ്ടനെ ഇപ്പൊ തരാ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. Before Mount Everest was discovered, what was the highest mountain on Earth? Mount Everest. ബ്രോ എന്താ പറയാ വീണ്ടും? ഹിമാലയ പ്രദേശ്. മൗണ്ട് എവറസ്റ്റ് എന്താ? കിട്ടുമ്പോ ഒരു മയോണൈസ് ഉണ്ട്. 2 കിട്ടുമ്പോ ഒരു മയോണൈസ് ഉണ്ട്. ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ഇനിയിപ്പോ അങ്ങനെ പറയും. മൈക്ക് കിട്ടുന്നുണ്ട്. അത് ബ്രോ എന്താ പറയാ, ബുദ്ധി വേണം. ബ്രോ എന്തിനാ ഇപ്പഴും മനസ്സിലായില്ല? ക്വസ്റ്റ്യൻ എന്താ? A farmer has 17 sheep. All but 9 ran away. How many are left? 17. അല്ല, അയ്യേ, 17 9 പോവും 10. കൈ വയ്ക്കൂ. 1 2 അല്ല, ഞാൻ പറഞ്ഞല്ലോ. അല്ലേ ഇവൻ പറഞ്ഞു 0 അല്ല അല്ലേ? ഓളാറാണവേ. എല്ലാവർക്കും ഓരോ ചാൻസ് ഒരു ക്വസ്റ്റ്യനും ഇല്ല. Okay. A farmer has 17 sheep. All but 9 ran away. Okay. How many are left? 9.
അല്ലേ? ഈസി പീസി ഇടും. എടാ എന്താ കുറച്ചിരുന്ന ഇതെന്ത് തേങ്ങ? 2 ഇട്ടുണ്ടല്ലോ, ഇതും കൂടെ എടുക്കാൻ പറ്റുമോ? അതെടുക്കാം. ഇല്ല അതൊക്കെ മൂന്നാമത്തെ അല്ല. ആണോ? ബുദ്ധുവൻ എന്തോരം കിട്ടി എന്റെ അമ്മോ. ഫുള്ളായിരിക്കും. ഇത് അവസാനം ഫുള്ള് എനിക്ക് ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം ഇഷ്ടം. അടുത്ത ദിവസം പോട്ടെ. If a plane crashes in the middle of the ocean, where do they bury the survivors? ഓഷ്യൻ ഇറ്റ് സെൽഫ്. അല്ല. അയ്യോ പ്ലെയിൻ ആണ്. പ്ലെയിൻ അല്ല. അല്ലേ? നീ പറ. എനിക്ക് വന്നിക്കാൻ അവനിക്ക് ഒന്ന് പെട്ടെന്ന് പറയടോ. അവനക്ക് ആ ഭാഗം എടുക്കാനായിട്ടാ. അവരെ ഓഷനിലല്ലേ വീടാ. ഓഷനിൽ വീണ് കഴിഞ്ഞ പിന്നെ എവിടെയാ? ഓഷന്റെ മണ്ണിന്റെ ഉള്ളിലാ. എന്ത് എനിക്ക് തിരിക്കാം. സർവൈവേഴ്സ് എർത്തില് നമ്മുടെ ലാൻഡിൽ തന്നെ, ഭൂമി തന്നെ. അല്ല പിന്നെ സർവൈവ് ചെയ്യൂല. സർവൈവ് ചെയ്യുമ്പോ അവര് നാട്ടില് ജീവിക്കാലോ. നാട്ടിൽ അവർക്ക് വീട്ടിൽ ജീവിക്കത്തില്ലേ സർവൈവ് ചെയ്ത് കഴിഞ്ഞാ? പിന്നെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിൽ ജീവിക്കാല്ലോ. പിന്നെ അവർക്ക് വെള്ളത്തിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞേ. ഇതാണ് നീ പറയാൻ. അതെ അതല്ല ഞാൻ സർവൈവേഴ്സ് വെച്ചാൽ എന്താ പറയാ, അതിനകത്ത് രക്ഷപ്പെടുന്നവരാണല്ലോ. നമ്മളെ പോയില്ല ഇവനും ഓഷ്യനിൽ സർവൈവ് ചെയ്യുന്നു. സ്പൂൺ എടുത്തെടുത്തോ. നൈസ് നൈസ്. സൈഡിലേക്ക് അത് മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is heavier, 100 kilogram of popcorn or 1000 kilogram of rocks? 1000 kilogram of rocks. Yes. അത് ഞാനല്ലേ കൈമുക്കിയേ. അതെ നോക്കി ഒന്ന് നോക്കി അതിലൊന്നുമില്ല. അല്ല ഇത്ര ആള് നോക്കിയിട്ട് ഇയാളെ മാറ്റിണ്ടായിരുന്ന നോക്കി ഫസ്റ്റ് ഒരെണ്ണം ജയിച്ചു, ഒരെണ്ണം ജയിച്ചിണ്ടാ. ഇന്നായിട്ട് എന്തടക്കുമ്പോ ഒരാൾക്ക് കുറെ നേരത്തെ ഭക്ഷണം കൊടുക്കണേക്കാൾ വലിയ പുണ്യല്ലേ ഈ ലോകത്ത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നത് എന്തുകൊണ്ടാ? അതുകൊണ്ടാ കരയണ്ട. നന്മയുള്ള ലോകമേ. ഞാനൊന്നും പക്ഷെ പുറത്തൊന്നും പറയാറില്ല. ബ്രോ എന്തിനാ അത് അല്ല അത് വീഡിയോ ഞാൻ ഇന്നലെ ബാക്കിയുള്ളവർക്കും കൂടിയിട്ട് ഒരു ഇത് മാതൃക ഇതാണ്. ഒരു നേരത്തെ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം. ബ്രോ ഇത് എങ്ങനെ ബ്രോ ഇന്നലെ വെള്ളം ചോദിച്ചപ്പോ ആരെടുത്തത്? കുപ്പിയിൽ വെള്ളം ചോദിച്ചപ്പോ ആരെടുത്തത്? ബ്രോ ഞാനാ ബ്രോ എന്തിനാ എനിക്കെന്തിനാ കുപ്പിയിൽ വെള്ളം എടുത്തത്? അല്ലല്ല എനിക്ക് എന്തിനാ ബ്രോ കുപ്പിയിൽ വെള്ളം എടുത്തത്? ബ്രോയുടെ സ്റ്റോറി ഞാൻ ഇട്ട് തന്ന്. ബ്രോ എന്നോട് പറഞ്ഞു ഞാൻ പറയട്ടെ ബ്രോ ഞാൻ സമയം മാത്രമേ ഫോട്ടോ അടക്കം ഞാൻ കാണിച്ചു. ഫോട്ടോ അടക്കം അയച്ചത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ബ്രോ, ഞാൻ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യലേട്ടാ. ഞാൻ ഈ ആസ്ക് മീ സ്റ്റോറി തൊട്ടപ്പോ ഞാൻ ഒരു ഫോട്ടോ അയച്ചു തരാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഫോട്ടോ എന്തിനാന്ന് ചോദിച്ചോ. നീ എന്റെ ഇതിന്റെ എടുത്തപ്പോ ബ്രോന്റെ നല്ല ഫോട്ടോ ആണ്. അപ്പൊ ഞാൻ കൊടുത്ത് അയച്ചു കൊടുത്തു. ഫോട്ടോ എടുത്തിട്ട് നീ എന്നെ ഇതാക്കരുത് എന്താടാ ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഗ്രൗണ്ടിലോട്ട് പോവാ. Which letter of the alphabet has most water in it? സി. ഞാനാ ഓക്കെ സി. അല്ലല്ലേ ഞാൻ എനിക്ക് കിട്ടിയത് കറക്റ്റ്. എനിക്ക് കിട്ടിയായിരുന്നു ആ സമയത്ത്. ഇതൊക്കെ നീ കഴിക്കോ? ഞാൻ കഴിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Forward I am heavy, but backward I am not. What am I? മുമ്പോട്ട് ഹെവിയാണ്, ബാക്കോട്ട് ഹെവി അല്ല. ടെക്ട്രമേമിയാണ്. മുമ്പില് ഹെവിയാണ്, ബാക്കിൽ അത്ര ഹെവി അല്ല. നമ്മുടെ ബാക്ക് നല്ല ഹെവി തന്നെയാ. അതിപ്പോ കൊച്ചി വന്നതിന് ശേഷം അങ്ങനെ ആയേ. രാത്രി പോയി ആലോചിക്കട്ടെ. അങ്ങനെയാണോന്ന് ആലോചിക്കാം. നിനക്ക് അറിയാം ഒന്ന് പറഞ്ഞാടാ. ക്രൂസ് സാധാരണ അവിടെ നിന്നിട്ടാണ് നമുക്ക് പറ്റിക്കാറ്. ഇപ്പൊ ഇവിടെ സൈഡിൽ ഇരുന്നിട്ട് പറ്റിക്കാതെ തുടങ്ങി. ഞാൻ പറയൂടാ. നോട്ട് ലാസ്റ്റ് വേർഡ് നോട്ടില്ലേ, അതിന്റെ തിരിച്ചിട്ട ടണ്ണാവും. Forward I am 10, backward I am not. Not തിരിച്ചിട്ട 10 heavy അല്ലേ? ബ്രോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വിളമ്പി തരും. എന്റെ മനസ്സാണ് പട്ടി. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതുവരത്തെ കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജക്ടർമേമിക്ക് മൂക്കിപ്പൊടി വലിക്കാൻ പോലും ഇല്ല. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ജാബ്രിദാസിന് 2 കിട്ടിയിട്ടുണ്ട്. ആൻഡ് എനിക്ക്
4 കിട്ടി. ലെറ്റ്സ് ഗോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഹുൽ ബേക്കറി പോയിട്ട് 10 ചോക്ലേറ്റ് വാങ്ങിച്ചു. അവന്റെ ഫ്രണ്ട് 3 ചോക്ലേറ്റ് എടുത്തു. എത്ര ചോക്ലേറ്റ് ആണ് രാഹുലിന്റെ കയ്യില്? കൈവക്കി പറ. ഈ കൈവക്കിയതല്ലേ എന്താണ്? രാഹുൽ കടയിൽ പോയി 10 ചോക്ലേറ്റ് എടുത്തു. രാഹുലിന്റെ സുഹൃത്ത് 3 ചോക്ലേറ്റും എടുത്തു. അപ്പൊ രാഹുലിന്റെ കയ്യിൽ എത്ര ചോക്ലേറ്റ്? 10. ആരും കൈവക്കിയത് ഡൗട്ട് ഉണ്ട്. ചെക്കണം. ജാബി നിനക്കല്ലേ? അതെ, ഫ്രണ്ടിൽ നിനക്ക് ഫ്രണ്ടിൽ നിന്നല്ല. ബാക്കിയുള്ള ഫ്രണ്ടിൽ ഓ ബ്രോയ്ക്ക് ഫ്രണ്ടിൽ നിന്നാണ് എടുത്തേ. മന്തി കഴിയാറ്. അടുത്ത ക്വസ്റ്റ്യൻ പ്ലീസ്. If you drop a blue stone in the Red Sea, what will it become? ബ്ലൂ സ്റ്റോൺ അല്ല. കുസൃതി ചോദ്യമാണോ? അല്ല സയന്റിഫിക് ആണ് പറഞ്ഞത്. ബ്രോ 5 4 3 2 1. ഞാൻ കൈ വന്നിട്ടില്ല. ഞാൻ നല്ല സമയം എടുക്കും. നീരക്കല്ലേ വെള്ളത്തിൽ താഴെ വീഴും. അല്ല ഇത് ചുവന്ന ബ്രോ കൈ നോക്കിയിട്ട് ഉത്തരം പറ. റെഡ് സീ കണ്ടില്ലേ? ചുവന്ന കടൽ. അങ്ങനത്തെ കടലൊക്കെ ഉണ്ടാ? നീല കല്ലിന് എന്ത് പറ്റും? എന്ത് കളറാവും? പച്ചയാവോ? നീലയും ചുമലയും കൂടെ കൂടിയതാവും ബ്ലാക്ക് ആവും. നീലക്കല്ല് അതല്ലേ ഞാൻ പറഞ്ഞത്. നീലക്കല്ല് തന്നെയാ. നീലക്കല്ല് ഉത്തരം കഴിഞ്ഞിട്ടില്ല. ചുമലുള്ളിൽ വീഴുമ്പോ അത് അതിന്റെ ഉള്ളിൽ വീഴും. വീണിട്ട് താഴെ പോയി പതിക്കും. കടലിന്റെ താഴേക്ക് ആ കല്ല്. ഞാൻ ഉത്തരം പറഞ്ഞേ. കോമള വരും. അതല്ല, ബ്ലിപ്പെന്ന് സൗണ്ട് കേൾക്കും. ഇതിന്റെ അതിറോടാ നിനക്കില്ലേ? എടേ മുങ്ങി പോകുന്ന പറഞ്ഞ അതിന്റെ അത്ര ഒന്നുമില്ല. കൊമള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പുള്ളിയുടെ പുള്ളികൾ നഷ്ടപ്പെട്ടാൽ എന്താകും? പുള്ളി തന്നെ. ഞാനിട്ടുള്ള ക്യാൻസർ എന്താ നീ പറഞ്ഞ? പുള്ളിപ്പുലി തന്നെ. അല്ല പിന്നെ വേറെ ആരാവനല്ല. നോർമൽ പുലിയാ. പുള്ളി പോയില്ലേ? എടാ ഒരു പുള്ളിപ്പുലിയുടെ തന്നെ ഇല്ലടാ. പുള്ളിപ്പുലിയുടെ പുള്ളി പോയി പേര്. പുള്ളിപ്പുലി നിലത്ത് വീണു ഉറഞ്ഞപ്പോ പുള്ളി അങ്ങ് പോയി. അപ്പൊ പിന്നെ പുള്ളിപ്പുലി പറയടാ നോർമൽ രോമാണ് മണ്ട. അല്ലാണ്ട് ഇങ്ങനെ അച്ചടിച്ച സാധനമല്ല രോമ. പുള്ളിപ്പുലിയുടെ രോമ മൊത്തം പോയി കഴിഞ്ഞാ ബ്രോ അതിന് കടുവാന്ന് വിളിക്കോ? ഞാൻ കൊമ്പാന്ന് വിളിക്കും. താടി പോയാലോ നമ്മളെ വിളിക്കും. കുണ്ടാന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത് ബ്രോ? അങ്ങനെയാണോ പറയണേ? ഞാൻ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What's full of holes but still holds water? മൊത്തം ഓട്ടകളാണ് പക്ഷെ എന്നാലും വെള്ളം പിടിച്ചിരിക്കും. ചട്ടി. രാത്രി കിടന്ന് നിൽക്കുന്ന പിള്ളേരും ബെഡിലൊരു തുള്ളി ആവത്തില്ല. എനിക്ക് കിട്ടി ഷവർ ഓട്ട. അത് തെറ്റല്ലേ? യോഗ ഇല്ല മണി. ഇത് നിന്നിലാണ് എന്റെ പ്രതീക്ഷ. കൊമ്പന്റെ ഫേസ് വക്രിയാണ് തിരിച്ചൊന്നും. എനിക്കത് വേണം. എനിക്കത് നല്ലത് ഹോളിന്റെ ഉള്ളിലല്ലേ ഇരിക്കണം. അത് തുളയിൽ അതല്ല. എടേ നമ്മുടെ ബോഡിയിൽ എത്ര തുളയുണ്ട്? വായുണ്ട്, മൂക്കുണ്ട്, ഇതുണ്ട്, പിന്നെ വേറെ ഉണ്ട്, മറ്റേതുണ്ട്. ഹ്യൂമൻസ് അല്ല. എന്തോ കൂടെ ഉത്തരാണല്ലോ. കഴിഞ്ഞ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സാധനം. സ്ക്രബ്ബർ മറ്റേ സാധനം മറ്റേ അലുമിനിയം ഇങ്ങനെ സ്പോഞ്ച് പറയണോ? ഇത് ആദ്യം പറഞ്ഞ സ്ക്രബ്ബറാണ്. സ്ക്രബ്ബർ രണ്ടും രണ്ടാണ്. ആദ്യം സ്ക്രബ്ബറാ പറഞ്ഞത്. അല്ലല്ല ഇയാൾ ആദ്യം പറഞ്ഞ മറ്റേ സ്ക്രബ്ബർ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇരുമ്പിന്റെ പറഞ്ഞത്. ഇരുമ്പിന്റെ പറഞ്ഞു. ഇരുമ്പിന്റെ ഉണ്ട് പക്ഷെ ഇല്ല. ഇരുമ്പിന്റെ വെള്ളം പറഞ്ഞു. ഇരുമ്പിന്റെ ഉദ്ദേശിച്ചത് ഇരുമ്പിന്റെ കൂടെ.
ബ്രോ കള്ളത്തരം എന്തിനാ ഇങ്ങനെ കളിക്കണേ? കള്ളക്കളി എന്തിനാ ബ്രോ? അങ്ങനെ പറഞ്ഞു സമ്മതിച്ചൂടെ ബ്രോ? ആദ്യം പറഞ്ഞ എന്താ സ്ക്രബ്ബറാണ് ഇരുമ്പിന്റെ ഇരുമ്പിന്റെ അത് വെള്ളം എന്തായാലും നിൽക്കത്തില്ല. മറ്റേ സ്പോഞ്ച് ആണെങ്കിൽ ഓക്കെ, സ്പോഞ്ച് പറഞ്ഞ ഓക്കെ സമ്മതിച്ച. ഇരുമ്പിന്റെ കൂടെ കിട്ടണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇരുമ്പിന്റെ കൂടെ ഇരുമ്പിന്റെ കൂടെ കിട്ടണമെന്ന്. ഗൈസ് ഇത് ആൻസർ ഒറ്റ ആൻസറെ പറയാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ ഈ ജക്ടറുടെ ഒരു ആൻസർ തെറ്റിപ്പോയെങ്കിലേ അത് അവിടെ മുഖത്ത് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ കറങ്ങി അടുത്ത ആൻസറിലേക്ക് എത്തും. ബ്രോ സ്പോഞ്ച് എന്നല്ല പറഞ്ഞേ. നെക്സ്റ്റ് വൺ ഗൈസ്, ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് ഇനി പ്രൈസ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ചിക്കനിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ ഈ ചിക്കൻ മാത്രം തിന്നാണുള്ളത്. ചോറ് കിട്ടും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം തെറ്റ് പറഞ്ഞിട്ട് രണ്ടാമത് കറക്റ്റ് പറയണം. എന്നിട്ട് നിനക്ക് പറയാനില്ല. അതെ, എനിക്ക് രണ്ട് പ്ലേറ്റും കൂടി വേണം. അതുകൊണ്ട് രണ്ട് ചോദ്യം കൂടി. അയ്യോ ബ്രോ തീരുമാനിക്കുന്നതല്ലേ? ക്രൂ പറഞ്ഞാണ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. അല്ല, അപ്പൊ ഇത്രക്ക് വേസ്റ്റ് ആവില്ല. ബാക്കി ക്രൂവിനുള്ളതല്ലേ. If you are in a dark room with a candle, a fireplace and a oil lamp, you only have one match. What do you light first? തീപ്പെട്ടി. ഞങ്ങളെ ക്വസ്റ്റ്യൻ പോലും കേട്ടിട്ടില്ല. എനിക്ക് മനസ്സിലായിരുന്നു, അത് ബ്രോയ്ക്ക് മനസ്സിലാവണ്ടേ. അല്ലെങ്കിൽ ചിക്കൻ മാത്രം കഴിക്കണം. ഞാൻ If your uncle's sister isn't your aunt, but who is it? മദർ. Yes. അങ്കിളുടെ സിസ്റ്റർ ആൻഡ് ആണെങ്കിൽ അപ്പൊ ഇത് ചിക്കൻ 4 പീസാണ്. അതില് ഞാനിപ്പോ ഒരു പീസിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു. ഇനി അടുത്ത 3 പീസുള്ള ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞ ഒരു പീസാ. നീ എടുത്ത പീസല്ല, എനിക്ക് എന്റെ പീസാണ് കണ്ടത്. ഇതൊരു ലെഗ് പീസ്. അത് കിട്ടിയില്ല, ആ ലെഗ് പീസ് കിട്ടിയില്ലോ. എന്താ ഇത്? ചോറ് ഇത് മാത്രം തരാലോ, തരല്ലേ നമ്മള് തരൂല്ലേ. നൈസായിട്ട് അതിനകത്തിട്ടും ചോറ് കൂടെ മിക്സ് ചെയ്തൊക്കെ എടുക്കാൻ പോകുന്നത്. തരാം നമ്മളിപ്പോ. ക്വസ്റ്റ്യൻ പ്ലീസ്. You throw a ball as hard as you can, and it comes back without bouncing off anything. How? ബൂമറാങ് ആയിരുന്നു അത്. അല്ല, അത് മേലേക്ക് എറിഞ്ഞ്. അതെ. എന്താ ബൂമറാങ്? ബ്രോയാണ് എനിക്ക് എടുത്തത്. രണ്ടാമത് എടുത്തിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ ചെറിയതാണ്. ബ്രോടെ തന്നെ എടുത്തത്. ചിക്കന്റെ പീസ പോയത്. കൂടുതൽ കിട്ടിയിട്ടാണ്. ഈ സൈഡ് ഞാൻ എടുത്തു, ഈ സൈഡ് ബ്രോ. ഇല്ല, ഞാൻ കറക്റ്റ് ഇട്ടെന്നാണ്. ഇത്രയോ ഇരിക്കോടെ? If a doctor gives you 3 pills and tells you to take one every 30 minutes, how long will it last? 30 minutes. അല്ല, 1 minute. അല്ല, 1 minute. ഒരു മിനിറ്റ് എടുക്കാനായിട്ട് 1 മിനിറ്റ് പോരെ? അത് 30 മിനിറ്റ് ഒന്നും വേണ്ടല്ലേ? ഇത് ലാസ്റ്റ് ചെയ്യില്ല. അല്ല, 60 മിനിറ്റ്. എത്ര? 60 മിനിറ്റ്. ഫസ്റ്റ് ഗുളിക ആദ്യം തന്നെ കഴിക്കും, പിന്നെ 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഗുളിക കഴിയും, പിന്നെ 60 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മൂന്നാമത്തെ ഗുളിക കഴിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ മൈനസും റിഫിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിന്റെ പാതി എടുക്കാൻ പോവാണ്. അത്രേ ഉള്ളൂ. സോ ഗൈസ്, ഈസി ബിസി. വിശക്കുന്നവർക്ക് ഫുഡ് കിട്ടുമ്പോ അതിങ്ങനെ അവർ കഴിക്കണം നോക്കി നിൽക്കുമ്പോ അതൊക്കെയാണ് എന്റെ സന്തോഷം. ഇത് കിട്ടുന്ന റൗണ്ട് ഉണ്ട്. ആ ലാസ്റ്റ് ചിക്കൻ പീസിനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ അതന്നെ രണ്ടുവാണെങ്കിൽ മയോണൈസ് ആയിട്ട് അത് കഴിക്കാം. You see 3 people standing under one umbrella and none of them gets wet. How? മഴ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നീ കഴിക്കോടാ? എല്ലാം ഞാൻ കഴിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെപ്സിക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What belongs to you but others use it more than you do? What belongs to you but others use it more? Name. Yes. ഫുള്ളായി അല്ല ഫുള്ളായിട്ടില്ല. ഇപ്പൊ എന്തിനാ കളയണ അങ്ങനെയൊക്കെ പൊക്കി പിടിച്ച്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How can a pocket be empty but still have something in it? എന്നിട്ടും അതിലൊന്നും ഒരു കാര്യം. പോക്കറ്റിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞുതരാം. പോക്കറ്റ് മറച്ചിടും.
അല്ല. ഞാൻ കൈ പൊന്തിച്ചില്ലല്ലോ. ഞാൻ കൈ പൊന്തിച്ചില്ല. ക്രൂ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ബ്രോ ഉത്തരം പറ. സമയം കൊടുക്കും. ഇത് വെറുതെ സമയം കളയല്ലേ. പിന്നെ നമ്മള് ഉത്തരം പറയട്ടെ. 3, 2, 1. ആലോചിക്കത്തേനി. എക്സാം അല്ല, ക്ലൂ തരുമോ? ക്ലൂ തരുമോ? ഹോളല്ലേ ഞാൻ ഞാൻ പറഞ്ഞില്ല. കൈ പൊന്തിച്ചിട്ടല്ല പറഞ്ഞേ. കൈ പൊന്തിച്ചിട്ട് തന്നെ പറഞ്ഞ. കൈ പൊന്തിച്ചിട്ട് തന്നെ പറഞ്ഞ. எங்கிட்ட மந்தி இருக்கு, எங்கிட்ட சிக்கன் இருக்கு, எங்கிட்ட மயோனைஸ் இருக்கு, எங்கிட்ட பெப்சி இருக்கா? பெப்சி வேணாம். Question. What can you catch but not throw? அசுகம். Yes. வெப்சைட் ப்ரோ. பெப்சி இருக்கு, மந்தி இருக்கு, சிக்கன் இருக்கு, மயோனைஸ் இருக்கு, எல்லாமே இருக்கு ப்ரோ. சே இவங்கிட்ட புத்தி இல்லை. உங்ககிட்ட நல்ல மனசு இருக்கா? என்கிட்ட இருக்குடா. ബ്രോ ഹാപ്പി ആണല്ലേ? പിന്നെ ഞാൻ ബ്രോ കഴിച്ചു കഴിഞ്ഞു, ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല, ഞാൻ തുറക്കുന്നുള്ളൂ. എനിക്ക് ഇച്ചിരി മന്തി, എനിക്ക് ഒരു കഷ്ണം ചിക്കൻ, ഒരു ഗ്ലാസ്. ബ്രോ ഹാപ്പി ആയില്ലേ? ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി മീൽ ഞാൻ ഇവിടെ ചിക്കൻ ലെഗ് പിടിക്കുമ്പോഴത്തേക്കും അവിടെ കറക്റ്റ് വരുന്നത്. അത് ഒരു ജീവനുള്ള വസ്തു എങ്ങനെ ബ്രോ? പിന്നെ ആ കാലിൽ നക്കിത്തരത്തില്ല. ഇത് ചത്ത കോഴിയാ, അത് കൊന്ന കോഴിയാ. ക്രൂ കൊന്നേ. ഇത് ക്രൂവിന്. ഇത് രണ്ടും ക്രൂ അവിടെ പോയി കഴിച്ചേ. ഇത് ക്രൂ അവിടെ ഇരുന്ന് തിന്ന് തീർത്തിട്ടേ കൊന്നാ മതി. അത് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് വെച്ചേ. ക്രൂ ഗ്ലാസ് വേണ്ട, ഗ്ലാസ് ഒന്നും വേണ്ട. ഇനി സ്വസ്ഥമായിട്ട് എനിക്കും കഴിക്കാം. എനിക്ക് ആ ചിക്കൻ പീസ് ഇരിക്കുന്ന കാരണം ഈ മന്തി കാണുന്നുണ്ടായിരുന്നില്ല. നമ്മള് ഇന്ത്യയിൽ ജീവിക്കണേ ഫുഡ് കഴിക്കാനായിട്ട്. അല്ലല്ല, നമ്മുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നല്ലേ? കഴിക്കാനും ജീവിക്കണം, ഫുഡ് കഴിക്കാനും ജീവിക്കണം ബ്രോ. ഈ മന്തിയും ഈ ഒരു നമ്മുടെ റൈസ് മാത്രമല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിക്കണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം, ഈ ലോകം ചുറ്റണം. ഈ ലോകത്തെ എല്ലാ കൾച്ചേഴ്സ്, അവിടുത്തെ ഫുഡുകൾ, അവിടുത്തെ വെറൈറ്റി ഫുഡുകൾ, അവിടുത്തെ കൾച്ചറൽ ഫുഡ്സുകൾ, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. വാഴയില ഭക്ഷണം കഴിക്കണം, വാഴയില കഴിക്കണം, പുഴുക്കള കഴിക്കണം, പട്ടിനെ ഈ ലോകത്ത് എന്തോരം ഫ്രൂട്ട്സ് ഉണ്ടെന്ന് പറയും. ഈ പൈനാപ്പിൾ, ആപ്പിള്, ബനാന മാത്രമല്ല, വേറെ എന്തോരം ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കണം. ആഫ്രിക്കൻ വനങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം, എക്സ്പ്ലോർ ചെയ്യണം ഫുഡ്. ഈ ലോകത്ത് എത്ര ഫുഡാണെന്ന് അറിയും ഉണ്ടാക്കിയത്. മനുഷ്യനിർമ്മിതമല്ലാത്ത ഫുഡ് വേറെ എന്തോരം ഉണ്ടെന്ന് അറിയും. ഇതൊക്കെ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം. നമ്മൾ അതിനു വേണ്ടി ഇതല്ലല്ലോ വിഷയമല്ലല്ലോ ബ്രോ. എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നല്ലോ വിഷയം. ബ്രോ വിഷയം അതല്ലല്ലോ. ബ്രോ പറഞ്ഞത് തിന്നാൻ വേണ്ടി ജീവിക്കുന്നു എന്നാണ്. തിന്നാൻ വേണ്ടി അല്ല ജീവിക്കണം, ജീവിക്കാൻ വേണ്ടി തിന്നണം ബ്രോ. മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്തതിനു വേണ്ടി ഓരോ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാൻ. ഇതെന്തിട്ട് പറയണോ? നമ്മുടെ വീട്ടിൽ നിന്ന് പാർസൽ വീട്ടിൽ ചോറും കറിയും കൊണ്ടുവരും. ഇപ്പൊ ലണ്ടനിൽ പോകുമ്പോ വീട്ടിൽ ചോറും കറി കഴിക്കാൻ പോവാ. ബ്രോ ഞാൻ പഠിക്കാൻ പോകുന്നവര് പഠിക്കാൻ പോകുന്ന അല്ല, തിന്നാൻ പോകുന്നതല്ല. എന്നെ ചിക്കൻ പീസ് കിട്ടില്ല പറഞ്ഞിട്ടുണ്ടല്ലോ. തരില്ലടോ. ഓ അതിനാണ് എത്ര കഴിച്ചേ. കഴിക്കടാ കുട്ടാ. 1 സെക്കൻഡ്, 2 മിനിറ്റ് കൂടെ കഴിക്കട്ടെ. ചിക്കൻ ഇത്ര നേരം വായിലിട്ടായത് ചിക്കൻ നിന്നോടാ ചിക്കൻ കഴിച്ചാ. ചലഞ്ച് അടിപൊളിയായിരുന്നു. വീട്ടിലും ചലഞ്ച് ബുദ്ധിപരമായിട്ടുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും ഉള്ള ചലഞ്ചുകൾ ഞാനേ ജയിക്കോളൂ. ഇത് കുസൃതി ചോദ്യം. ചെറിയ ബുദ്ധിയെങ്കിലും വേണം, എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ചലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.